തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിവെക്കാനായി എത്തി. ഇന്ന് രാജിവെക്കണമെന്ന് KPCC നേതൃത്വം അന്ത്യശാസനം നൽകിയിരുന്നു. ജോസ് വള്ളൂർ രാജിവെക്കേണ്ടെന്ന ആവശ്യവുമായി പ്രവർത്തകരുടെ പ്രതിഷേധം. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജ്ജിയാണ് ചേരുന്നത്. സൂരജ്, തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ പരാജയം, അതിനുശേഷം നടന്ന സംഭവങ്ങൾ, ഇപ്പോഴത്തെ രാജി, ഇപ്പോൾ ഏറ്റവും പുതിയതായി നടക്കുന്ന വൈകാരികമായ പ്രതിഷേധം, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, അല്പം മുമ്പാണ് തൃശൂർ DCC പ്രസിഡന്റായിട്ടുള്ള ജോസ് വള്ളൂർ ഈ DCC ഓഫീസിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഈ വള്ളൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ നേരത്തെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഈ DCC ഓഫീസിന് മുന്നിലെത്തിയ ജോസ് വള്ളൂരിന് സ്വീകരണം നൽകി. ഇതിനുശേഷം വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് DCC ഓഫീസിനകത്തേക്ക് കയറി വരികയായിരുന്നു. ആ സമയത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയ മുതിർന്ന നേതാക്കൾ അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇവരോട് ആ കൂടെ ഉണ്ടായിരുന്ന ചിലർ തട്ടിക്കയറുകയായിരുന്നു. ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന ആളുകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ അടക്കമുണ്ടായിരുന്നു. ഈ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഇവർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകളെ ഈ ജോസ് വള്ളൂർ അനുകൂലി പക്ഷത്തിൽപ്പെട്ട ആളുകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള ജയപ്രകാശിനടക്കം നേരെ ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഇവരെല്ലാവരും പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി DCCയിൽ ചില ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് നിരന്തരം ഇത്തരത്തിൽ ഈ DCC കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്ന് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നു. പക്ഷേ മറുവശത്താകട്ടെ പറയുന്നത് ഈ ജോസ് വള്ളൂർ രാജിവെക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ചകളുണ്ട്. പക്ഷേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജോസ് വള്ളൂരിനാണ് എന്ന തരത്തിൽ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ജോസ് വള്ളൂരിന്റെ രാജി ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ DCC പ്രസിഡന്റ് അനുകൂലിക്കുന്നവർ പറയുന്നത്. ഒരു തരത്തിലും തങ്ങൾ രാജി അംഗീകരിക്കില്ല. ജോസ് വള്ളൂർ രാജിവെക്കുകയാണെങ്കിൽ തങ്ങളും ഈ സ്ഥാനമാനങ്ങൾ രാജിവെക്കും, പാർട്ടി വിട്ടുപോകും എന്ന് അവർ പറയുന്നു. ഇതോടുകൂടി ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ ഇന്നത്തെ മുതിർന്ന നേതാക്കൾ എല്ലാവരും വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കായിട്ടുണ്ട്. ഈ DCCയിൽ ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കളുടെ യോഗം ചേരുകയാണ്. ആ യോഗത്തിലാണ് എങ്ങനെയായിരിക്കണം ഈ വിഷയത്തിന്റെ തുടർ നടപടികൾ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം. ഇവർ ഈ രാജിവെക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ പ്രവർത്തകർ വൈകാരിക തലത്തിൽ ഈ പാർട്ടിക്കെതിരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതെങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ചടക്കം എല്ലാം ഈ മുതിർന്ന നേതാക്കൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ രാജി സ്വീകരിക്കുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ജോസ് വള്ളൂർ രാജിവെക്കും. UDF ചെയർമാനായിട്ടുള്ള MP വിൻസെന്റ് ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇരുവരോടും ഇന്ന് രാവിലെ തന്നെ രാജിവെക്കണമെന്ന കർശന നിർദ്ദേശം അത് ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ രാജിവെക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും ഇന്നും തൃശൂർ DCC ഓഫീസിൽ അസാധാരണ സാഹചര്യം തന്നെയാണ് കണ്ടത്. ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും എതിർക്കുന്ന മറ്റൊരു വിഭാഗവുമായി തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നും അങ്ങനെ അസാധാരണ സാഹചര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജോസ് വള്ളൂർ രാജിവെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കളുടെ യോഗം അത് പുരോഗമിക്കുകയാണ്. അതിൽ ജോസ് വള്ളൂർ തന്റെ ഭാഗം വിശദീകരിക്കും. പക്ഷേ ഈ പാർട്ടി നിർദ്ദേശം ഇതായതുകൊണ്ട് തന്നെ അവിടെ വെച്ച് രാജി നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രിസ്റ്റീന, ശരി. തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. സൂരജ്, ഈ കോൺഗ്രസിൽ ഇതുപോലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, പ്രതിഷേധമുയരുന്നു. അല്പസമയത്തിനകം ജോസ് വള്ളൂർ അവിടെ എത്തും, MP വിൻസെന്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ആവശ്യം എന്താണ്? ഞാനിപ്പോൾ നിൽക്കുന്ന ഈ DCC ഓഫീസിന്റെ മുകളിലത്തെ നിലയിൽ ജോസ് വള്ളൂരുണ്ട്. അവിടെ ഈ മുതിർന്ന നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പക്ഷേ UDF ചെയർമാനായിട്ടുള്ള MP വിൻസെന്റ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. എന്തായാലും മുതിർന്ന നേതാക്കളുമായി നിലവിൽ ഈ ജോസ് വള്ളൂർ സംസാരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ രാജിക്കത്ത് കൈമാറുന്നതും ഔദ്യോഗികമായി തന്നെ രാജിപ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന പ്രവർത്തകർ അവർ രാവിലെ മുതൽ തന്നെ ഒരു 7 മണി 8 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. 10 മണിയാകുമ്പോഴേക്കും ഈ DCC ഓഫീസിന് മുന്നിൽ വലിയ ഒരു ആൾത്തിരക്ക് ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിന് നടുവിലേക്കാണ് DCC പ്രസിഡന്റ് വന്നിറങ്ങുന്ന. ആ സമയത്ത് ഇവരുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം നൽകുന്നു. പക്ഷേ എതിർവശത്തുണ്ടായിരുന്ന ആളുകൾ വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.